നമ്മൾ പുതിയൊരു വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാൻസിനെ നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. സോ നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതേപോലെ ഈ വീക്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് അവിടെ നമ്മൾ ട്രേഡ്സ് ഒഴിവാക്കിയിരുന്ന കണ്ടീഷൻ ഉണ്ട്. കാരണം നമ്മൾ ഒരു സെറ്റപ്പാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന അനാലിസിസിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ഉണ്ട്. സോ ആ വെയിറ്റ് ചെയ്യേണ്ട കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും തന്നെ നല്ല രീതിയിലൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ എൻട്രി അഗെയിൻ കണ്ടിന്യൂഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് ഫോളോ ചെയ്യുന്നുള്ള ഗുണം എന്താണെന്നുള്ളത് ശരിക്കും ഈ ഒരു ആഴ്ച നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ബ്രേക്ക് ഡൗൺസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 18-ാം തീയതി അല്ലേ, 18-ാം തീയതിയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നോർമലി ചെയ്യണ പോലെ തന്നെ ആദ്യം നമുക്കെല്ലാം ഒന്ന് റീപ്ലേ ചെയ്യാം. സോ 18th ഇവിടെയാണ് മാർക്കറ്റ്, മൺഡേ അല്ലേ, യെസ് മൺഡേ. സോ നേരെ നമുക്ക് ചാനലിലേക്ക് വരാം, മൺഡേ അപ്ഡേറ്റ്സ് നോക്കാം. സോ 18th നോർമലി നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടീഷൻ നമ്മൾ ഇട്ടു സസ്റ്റെയിൻ എബോ 50,733 എന്നുള്ള ഈ ഒരു പ്രൈസിന് എബോ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തുള്ളൂ, ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം LTF റേഞ്ച് ആണ് അല്ലേ, നോക്കി നല്ല റേഞ്ച് ആയിരുന്നു. അത് ഓൺ ടൈം നിങ്ങൾ നോക്കുക, 10-24 നമ്മൾ ഓൾറെഡി ഓരോ കണ്ടീഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ കണ്ടിന്യൂഷൻ ആണ് ഡൗൺ സൈഡിലേക്ക്. സോ പേഷ്യൻസ് ഇവിടെ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗ് പറയുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫൈൻ. സോ അഗെയിൻ 15-minute അക്യുമുലേഷൻ സ്റ്റേജ് നമ്മളിവിടെ പറയുന്നുണ്ട്. യെസ്, വെയിറ്റിംഗിൽ പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റിംഗ്. സോ അന്നത്തെ ദിവസത്തിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സപ്ലൈ സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, അക്യുമുലേഷൻ സ്റ്റേജിലാണ്. നമുക്ക് ഇവിടെ തന്നെ യാതൊരു ലോ ടൈം ഫ്രെയിമിൽ പോലും നമുക്ക് ഇവിടെ ഒരു ഡയറക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ നമ്മളവിടെ ഓൾറെഡി കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം നമുക്ക് ഇവിടെ ഒരു പ്രൈസ് ക്ലിയർ, പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത്, നമ്മളിവിടെ പ്രൈസ് ഡെലിവറി വെച്ചിട്ട് നമ്മളിവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. സോ അതെന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷേക്ക് പേഷ്യൻസ് ഡേ ആണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല, നോട്ട് ട്രേഡ് ടുഡേ അല്ലേ. ആ ഒരു ദിവസത്തിൽ ഒരു ട്രേഡും തന്നെ നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം, സ്റ്റിൽ മാർക്കറ്റിൽ ഒരു വൺ ഡയറക്ഷൻ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ ബൈസിന് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ളൂ. സോ ഇവിടെ വൺ ഡയറക്ഷൻ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ദിവസത്തിൽ, അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് എന്തുണ്ടായിരുന്നില്ല, കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൺസോൾട്ടേഷൻ യെസ് കണ്ടോ, ഡേ 1 ഇവിടെ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് എൻഡ് ചെയ്തു അല്ലേ. സോ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് അല്ലേ, ഒരു വൺ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല. സോ റേഞ്ച് ആയിരുന്നു. സോ അടുത്ത ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് 15-minute കണ്ടീഷൻ നമ്മൾ കൺഫർമേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷൻ നമുക്കിവിടെ നിഫ്റ്റിയിൽ കിട്ടിയതായിട്ട് കാണാം. സോ സ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, എഗെയിൻ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ, നമുക്കിതാണ് നമ്മളുടെ പ്ലാൻ എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ നിഫ്റ്റി 15-minute HDF പ്ലാൻ, ഹൈ ടൈം ഫ്രെയിം പ്ലാൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടോ നോട്ട് ചെയ്തു. എഗെയിൻ വലിയൊരു വോയിസ് അവിടെ ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൻട്രിയിലേക്ക് ഒരാളും പോരുത്. കാരണം നമ്മൾ ഈ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് 15-minute കണ്ടീഷനിൽ ഹൈ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുമ്പോൾ അപ്പൊ തന്നെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നല്ല, നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് കൺഫർമേഷൻ ഹൈയല്ലോ ഒക്കെ ഫോം ചെയ്തായിരിക്കും അങ്ങോട്ട് പോവാം. ചിലപ്പോൾ ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ലോ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് വേണം ട്രേഡുകൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു എൻട്രി കണ്ടീഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു എൻട്രി കണ്ടീഷനെ ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ 15-minute കണ്ടീഷൻസ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് തരാം. ഇനി അവിടെ നെക്സ്റ്റ് റീടെസ്റ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലോ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ കറന്റ് ഇനി ലോ ടൈം ഫ്രെയിമിൽ 15-minute ഒരു റീട്രേസ്മെന്റ് തന്നെ എന്താണ് വേണ്ടത്, ഇപ്പോൾ കറന്റ് ഉള്ള ട്രെൻഡ് ലോ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡ് ആണെങ്കിൽ അത് ഡൗൺ സൈഡിലേക്ക് വരാം. എഗെയിൻ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, സോ എന്തായാലും കാര്യങ്ങൾ ഇതേപോലെ പ്ലോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കേറി ട്രേഡിലേക്ക് പോയി പ്രശ്നങ്ങളിലേക്ക് പോരുത്. അതാണ് ഞാനൊരു ക്ലാരിറ്റി തന്നത് നിങ്ങൾക്ക്. സോ അവിടെയും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, പ്രോപ്പറായിട്ട് പേഷ്യൻസ്, ഡിസിപ്ലിൻ, ഫിയർലെസ്. നമ്മൾ ഓൾറെഡി പറയുന്നത് മെയിൻലി ഉള്ള റൂളാണ്, നമ്മുടെ ചാർട്ടിൽ നിങ്ങൾ കാണുക. സോ ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എഗെയിൻ ഞാൻ ഇവിടെ ഇട്ട പ്ലാൻ എന്താ, LTF കൺഫർമേഷൻ ടു ഡൗൺ സൈഡ്, LTF കൺഫർമേഷൻ ടു അപ്പ് സൈഡ്. സോ ഇവിടെ നിന്നാണ് നമ്മൾ എന്തോ ഓപ്പർച്യൂണിറ്റി കണ്ടിന്യൂഷനിലേക്ക് പോകാൻ വേണ്ടി പോണേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്,
യെസ്, നിഫ്റ്റി ഓൾറെഡി അവിടെ 19th മാർക്കറ്റ് ഇവിടെ വന്നു. കൺഫർമേഷൻ തന്നോ? ഇല്ല. യെസ്, സ്റ്റിൽ ഹോൾഡിംഗ്, സ്റ്റിൽ കണ്ടിന്യൂഷൻ, സ്റ്റിൽ 2 പേരുടെ കേസിൽ കണ്ടിന്യൂഷൻ. സോ പി ഡി റൈറ്റ്, പ്രൈസ് ഡെലിവറി ഇവിടെ ഓൾറെഡി മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം നമ്മൾ പി ഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ കറന്റ് നമ്മൾ ഇട്ടിട്ടുള്ള ഹൈ ടൈം ഫ്രെയിം പ്ലാനിലേക്ക് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ലെവലിൽ നിന്നാണ് കറന്റ് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയ താഴേക്ക് നോക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നമുക്കൊരു എൻട്രി അല്ല, നമ്മളെപ്പോഴും കണ്ടിന്യൂഷൻ ആണ് എൻട്രീസ് നോക്കുക. സോ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെടുക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ കറണ്ട്ലി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഈ പ്ലാനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിൻലി ഉള്ളത്. സോ അതിൻ്റെ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്ത് ആ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. മനസ്സിലാവും? പക്ഷെ ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തതെന്നുള്ളത് നോക്കാം. അതിനുശേഷം അഗ്രസീവായിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു, ടാപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ എഗെയിൻ ആ ഒരു ദിവസത്തിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ മാർക്കറ്റ് നമ്മൾ ഈവനിങ് ഒരു എത്ര മണിക്കാണ്? 19-ാം തീയതി. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്കിവിടെ കൺഫർമേഷന് വേണ്ടിയാട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റിലേക്ക്, കാരണം നമ്മൾ ഇവിടെ ഇട്ട പ്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ ഇട്ട പ്ലാൻ നമുക്ക് നോക്കാം. യെസ്, കണ്ടോ? ഇവിടെ നിന്നും മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. സോ ഇവിടെ നിന്നാണ് കണ്ടിന്യൂഷൻ. സോ ഇതൊരു റിസ്ക് എൻട്രി ആണ് താഴേക്കുള്ളത്. സോ ആ ഒരു റിസ്ക് എൻട്രിയിൽ മാർക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായോ? യെസ്, കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, നമുക്ക് നോക്കാം. കൺഫർമേഷൻ സോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലെവല്. സോ പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയിലും നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ടൈം നിങ്ങൾക്ക് നോക്കാം. 2:45 ആയപ്പോഴാണ് നമ്മൾ ഈ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് കണ്ടോ, പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് വന്നു, പ്രോപ്പറായിട്ടുള്ള റീടെസ്റ്റ് വന്നു, പ്രോപ്പറായിട്ടൊരു ഒറ്റ പുഷ് മാർക്കറ്റ് ഡൗൺ താഴേക്കായിരുന്നു. കണ്ടോ, സിമ്പിളായിട്ട് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ ടാർഗറ്റ് ചെയ്തു. സോ ആ ഒരു ദിവസത്തിൽ 3 മണിക്കാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് കിട്ടിയ റിസൾട്ട്. അത് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയത് അല്ലേ. ത്രൂ ഔട്ട് മാർക്കറ്റ് താഴേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമ്മൾ ഗ്യാപ്പ് ഡൗൺ വരുന്ന കണ്ടീഷനിൽ നമ്മളെ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്ലാനിലേക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രീവിയസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ലിങ്ക് ആയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഫൈൻ. സോ സിമ്പിളായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നമുക്ക് നല്ലൊരു ട്രേഡ് അല്ലേ. എത്രയും ദിവസം വെയിറ്റ് ചെയ്തതിൽ നിങ്ങൾ നോക്കിയേ, നല്ലൊരു മൊമെൻറ്റം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. കണ്ടോ, പ്രോപ്പർ ടാർഗറ്റിലേക്ക് നമുക്കിവിടെ കിട്ടി അല്ലേ. സോ ഇതൊക്കെ നിങ്ങൾ ടൈം വെച്ച് നോക്കുക, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് ഡേ നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. അപ്പോൾ 19th മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റിൽ കണ്ടിന്യൂഷൻ. യെസ് ഫൈൻ. സോ ഇതാണ് നമ്മൾ കൺഫർമേഷൻ സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോ ടൈം ഫ്രെയിം. യെസ്, കാണാം പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യണം. യെസ് ബ്രേക്ക് ചെയ്തു. പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നമ്മളുടെ ഈ ഒരു ടാർഗറ്റിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുണ്ടായത്. സോ അതിൻ്റെ പ്ലാൻസ് നിങ്ങൾ ഒന്നും കൂടെ ഓൺ ടൈമിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സോ ഈ ഒരു ഡ്രോപ്പ് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ ഈ ഒരു താഴേക്കുള്ള മൊമെൻറ്റം കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഇവിടം വരെ ഒന്നും ഒരിക്കലും ക്യാച്ച് ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ ഇവിടം വരെ ഈ ഒരു സോൺ വരെ ഡേ ലോ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ലെവൽ ഏകദേശം നിഫ്റ്റിയിലാണെങ്കിൽ ഏകദേശം 300 പോയിന്റ്സിൻ്റെ അടുത്തും, അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് വരാം. സോ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 200 പോയിന്റ്സ് അല്ലേ, 200-300ൻ്റെ അടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. ഫ്യൂച്ചേഴ്സിലാണ് നമ്മൾ പ്രോപ്പർലി സ്ട്രക്ചർ നോക്കുക. എൻട്രി എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന ഇൻഡെക്സിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാറുള്ളൂ. യെസ്, കണ്ടോ, ഇൻഡെക്സിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പ്രോപ്പറായിട്ട് ഇവിടുത്തെ ഈ കൺഫർമേഷന് ശേഷം ഇൻഡെക്സ് മൂവ് ചെയ്തിട്ടുള്ളത് ഏകദേശം ബാങ്ക് നിഫ്റ്റിയുടെ 398 പോയിന്റ്സും നിഫ്റ്റിയുടെ ഏകദേശം 188 പോയിന്റ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് തന്നിട്ടുണ്ടായത്. സോ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും ചാർട്ട് നോക്കുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രോപ്പർ ട്രേഡ് നടക്കുന്ന ഫ്യൂച്ചറിലായതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് 90th നടന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി വെയിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ മാർക്കറ്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ഈ മാർക്കറ്റിൽ ഇത്രയും വെയിറ്റ് ചെയ്തു അല്ലേ,
വെയിറ്റിംഗ് നോക്കി, ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും ദിവസത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്ത ഈ മൊമെൻറ്റം സ്റ്റിൽ മിനിറ്റുകൾ അല്ലേ, ജസ്റ്റ് മിനിറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. സോ വെയിറ്റിങ്ങിൻ്റെ ഒരു ഗുണം അതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ്. 2-3 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളൊന്ന് ചിന്തിക്കുള്ളൂ, ഓക്കെ ഫൈൻ, എപ്പോഴും എനിക്ക് എൻട്രീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല എൻട്രീസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം, നല്ല കൺഫർമേഷൻ ട്രേഡ്. ഇതൊരിക്കലും ഞാൻ പറയുന്നത് ഇത് കൺഫർമേഷൻ ട്രേഡ് അല്ല, കാരണം ഇവിടെ പ്രോപ്പർലി കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേജർ പ്ലാൻ അല്ല ഇത്. നമുക്ക് എന്താണ് എഗെയിൻ ഇവിടെ വന്നിട്ട് ഇവിടെ LTF കൺഫർമേഷൻ എടുത്തിട്ട് മേളിലേക്ക്. സോ ഇവിടെയാണ് മെയിൻലി നമ്മുടെ പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതെന്ത് ചെയ്തു, റോട്ട് താഴേക്ക് വന്നു അല്ലേ. സോ ഇവിടെ കൺഫർമേഷൻ കിട്ടിയില്ല, പക്ഷെ ഇവിടെ നമ്മൾ കൺഫർമേഷൻ എൻട്രിയിലാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെ ശരിക്കും ഒരു റിസ്ക് എൻട്രി ആണ് അല്ലേ, പ്രോപ്പർ ഡയറക്ഷൻ എൻട്രി അല്ല ഇത്, ഒരു റിസ്ക് എൻട്രി ആണ്. സോ അതിനുശേഷം എന്താ നടന്നതെന്ന് നോക്കാം. ഫൈൻ. സോ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു ദിവസത്തിൽ എനിക്കറിയാം മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഫൈൻ, നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സ്റ്റിൽ കണ്ടീഷൻസ് നമ്മൾ ഇട്ടു, ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം കുറച്ചധികം കഥ നമ്മൾ പറഞ്ഞ ദിവസമാണ് അദാനിയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അദാനിയുടെ ന്യൂസ് ഇല്ലെങ്കിൽ അദാനിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ, നമ്മൾ എന്താണ് മെയിൻലി നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്തതിൻ്റെ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് അല്ലേ. സോ അവിടെയൊക്കെ നമ്മൾ ചാടിക്കയറി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് എന്താ, ഡിമാൻഡ് സോൺ ആണ്. സോ ഇവിടെ നമുക്ക് താഴേക്ക് സ്റ്റിൽ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളത് നമ്മളുടെ റൂളിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സെറ്റപ്പിന് അഗെയിൻസ്റ്റ് ആണ് അല്ലേ. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുടെ അഗെയിൻസ്റ്റ് ആണ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൺ ടൈമിൽ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുക, ഒരിക്കലും ട്രേഡിലേക്ക് വെക്കാതെ. റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മെയിൻലി ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മളോട് ഡിസ്കഷൻസ് ഉണ്ട്, ചെയ്യാതിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഗ്രൂപ്പിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ 100% നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ എപ്പോഴും നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യം എന്താണ്, അത് നിങ്ങൾ 100% ഫോളോ ചെയ്യണം. വേറെ കാര്യങ്ങളിലേക്ക് ഡിവേറ്റ് ആവരുത്, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ഉണ്ടെങ്കിൽ മാത്രം. അതിനിടയിൽ നമ്മൾ പറയാത്ത വേറെ കാര്യങ്ങളിൽ ഇപ്പോൾ ട്രേഡ് എടുത്തു, അതിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ സോ ഞാൻ ഈ പറയുന്ന കാര്യം നടക്കില്ല. പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അങ്ങനെ കിട്ടുന്ന കുറേ പേര് നമ്മളെ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ ഈ കമ്മ്യൂണിറ്റി ആ ഒരു 2018 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യൂട്യൂബിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ എന്ന് മാത്രം. 2018 മുതലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പ്രീവിയസ് നോക്കി കഴിഞ്ഞാൽ അത് കാണാം. ഓക്കെ, സോ നമ്മുടെ മെയിൻലിയുള്ള ഗോൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മൾ പ്ലാൻ ഇട്ട് വിടാം, ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇതായിരുന്നു ഓൺലി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഓൺലി വാച്ച് ഡോണ്ട് ട്രേഡ് എടുക്കരുത് ജസ്റ്റ് ഫോർ ടൈം പാസ്. കാരണം ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അല്ലേ. മെയിൻലി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പ്രോപ്പറായിട്ട് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാൻ എന്ന് പറയുന്നത് 50 മിനിറ്റ് കണ്ടോ, ഇതായിരുന്നു ഒരു പ്ലാൻ. സോ ഇവിടെ എടുക്കണ്ട, നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. സോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ. സോ ഇത് ഇന്റേണലി മൂവ്മെന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോഴും മേജർ മാത്രം കൺസിഡർ ചെയ്യുള്ളൂ, കാരണം ഇത്രയും കമ്മ്യൂണിറ്റിയിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. സോ ഇവിടെയൊക്കെ നമ്മൾ റിസ്ക് എൻട്രീസ് ഒന്നും ഒരിക്കലും വെറുതെ വന്നിട്ടൊരു എൻട്രി ഒരിക്കലും ഞാൻ പറയുന്നതല്ല. എനിക്ക് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കണ്ടീഷനിൽ മാത്രമാണ് ഞാൻ എൻട്രീസ് പറയാം. സോ സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, പ്രോപ്പർ ഇന്റേണലി ഉള്ള സ്ട്രക്ചറാണ്. സോ എഗെയിൻ മാർക്കറ്റ് ഇങ്ങോട്ട് ടാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. സോ 22 ഫൈൻ. നമുക്ക് അന്നേരം ലാസ്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഓക്കെ, കണ്ടോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്, സോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ICICIയുടെ അപ്ഡേറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് അതിന് മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ ICICIയിൽ ഒരു എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 10.28 പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ICICIയിൽ സ്വിംഗ് എൻട്രി ആണ്. നോർമലി ഞാൻ കയറുന്ന എൻട്രീസ് ആണ് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, സ്റ്റോക്സിൻ്റെ കേട്ടോ. അപ്പോൾ ICICIയിൽ നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നു. സോ ICICIയിൽ പ്രോപ്പറായിട്ട് ഒരു 3% മൊമെൻറ്റം സിംഗിൾ ഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ. സോ അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ICICI മാത്രമല്ല ആക്സസും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സസും നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി പോയിന്റ് ആയിരുന്നു. സോ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സോണ്. ഇതൊക്കെ നമ്മൾ സ്വിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ആണ്, പ്യൂർലി ടെക്നിക്കലി ബേസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ അതേപോലെ റിലയൻസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. സോ അതിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ. പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ പ്ലാനിലേക്ക് മാർക്കറ്റ് അഗെയിൻ വന്നു കണ്ടോ. LTF കൺഫർമേഷൻ ടു അപ്സൈഡ് കണ്ടോ. സോ ഇവിടെയാണ് മാസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ നമ്മൾ റിലയൻസിൽ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ. റിലയൻസിൽ നമ്മൾ സ്വിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ടാറ്റ സ്റ്റീൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ നോക്കിയേ, പ്യൂർ നല്ലൊരു മൂവ്മെൻ്റ് അല്ലേ. നോക്കിയേ, ചെറിയ മൂവ്മെൻ്റ് അല്ല കേട്ടോ, ക്ലിയർ TP അല്ലേ. നമ്മൾ പറഞ്ഞ പ്രോപ്പർ വെറുതെ പറയല്ല കണ്ടോ. ടാപ്പ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് പോകും എന്നുള്ളതും പ്രോപ്പറായിട്ട് LTF കൺഫർമേഷൻ്റെ കാര്യം നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കണ്ടോ. യെസ്, മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഇവിടെ ടാപ്പ് ചെയ്തു.
ഓൾമോസ്റ്റ് 50 മിനിറ്റ് കൺഫർമേഷൻ കണ്ടോ. ഇപ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത്. അതിനിടയിൽ നമ്മൾ 2 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 2 ട്രേഡ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ട്രേഡും പ്രോപ്പർ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തു. ഇതാണ് ഹ്യൂജ്, ലാസ്റ്റത്തെയാണ് ഹ്യൂജ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നത്. വീക്കിലി നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 600 പോയിന്റ്സ് മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ്മെന്റം തന്നിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ട്രേഡ് കയറിയിട്ടുള്ളവരുണ്ട് കേട്ടോ. ഓക്കെ, ലിജു എന്ന് പറഞ്ഞ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. ഫൈൻ. അപ്പോൾ ഇതാണ് കറന്റ് ലാസ്റ്റ് വീക്ക് നടന്നിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇവിടെ കൺഫർമേഷൻ ട്രേഡ് ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഒന്നും തന്നെ നല്ലൊരു ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും വലിയ മൂവ്മെൻറ്റ് ഒക്കെ കിട്ടി, ഓക്കെ ഫൈൻ. പക്ഷേ എന്നാലും നമുക്കൊരു നല്ലൊരു എൻട്രിയിലേക്ക് കൺഫർമേഷൻ ഡയറക്ഷൻ അല്ല, പ്രോപ്പർ ഡയറക്ഷൻ എൻട്രി കിട്ടിയിട്ടില്ല. അപ്സൈഡ് ആൻഡ് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ എൻട്രി കിട്ടിയത് ലാസ്റ്റ് എൻട്രി കേട്ടോ. ഇതായിരുന്നു ലാസ്റ്റ് എൻട്രി. പ്രോപ്പറായിട്ട് ഇത് കണ്ടോ, ഈക്വൽ ഹൈസ്. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് വന്നു അല്ലേ. പ്രോപ്പർ ഗ്രാബ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലാൻ ഫൈൻ. കണ്ടോ, നോക്കി, ഹ്യൂജ് മൂവ്മെന്റ് അല്ലേ. നല്ലൊരു മൂവ്മെന്റ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കൺഫർമേഷൻ നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ പ്രോപ്പർലി നമ്മൾ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം മാർക്കറ്റിൽ ഉണ്ടാവുന്ന മൂവ്മെൻറ്റം ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, കണ്ടോ, മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. സോ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു അഗ്രസീവ് കണ്ടീഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. യെസ് ഫൈൻ. കണ്ടോ, നല്ലൊരു പുഷ് ഇവിടെ തന്നു. ഇവിടെ നല്ല രീതിയിലുള്ളൊരു പുഷാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്തുണ്ട്, ഫെയർ വാല്യൂ ക്യാപ് അല്ലേ, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അവിടെ നല്ലൊരു പ്രസൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു കൺഫർമേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി കയറുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം. യെസ്, സോ എപ്പോഴും നമ്മൾ എടുക്കുന്ന കൺഫർമേഷൻ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കാം, നാളെ പോയിട്ട് എല്ലായിടത്തും എല്ലാ ഫെയർ വാല്യൂ എൻട്രി എടുത്താൽ നിങ്ങൾ നോക്കി ഇപ്പോൾ എടുക്കാൻ പറ്റുമോ, ഇല്ല ഫൈൻ. കാരണം എന്താ, ഇവിടെ വന്നു മാർക്കറ്റ്, ഇവിടെ ഉണ്ടാവാനായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ റീസൺസ് ഉണ്ട് അല്ലേ. പ്രോപ്പർ മാർക്കറ്റ് മൂവ് ചെയ്തതിൻ്റെ ഇക്വിലിബ്രിയം ഉണ്ട്, അതേപോലെ ലിക്വിഡിറ്റി ഗ്രാബ് ഉണ്ട്. സോ അങ്ങനെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസിലാണ് ഞാൻ എന്ത് ചെയ്യുക, ഞാനിത് അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. മനസ്സിലായോ. സോ എഗെയിൻ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. ഈ ഹൈ ആണ് 1:2.6 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നോർമലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ലാസ്റ്റ് വീക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് എവിടെയാണ്, ഈ ഒരു ലെവലിലേക്കാണ്. സോ ഇവിടെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പക്ഷെ ഇതിൽ നമ്മളുടെ സ്റ്റിൽ ഇതായിരുന്നു നമ്മളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിലേക്ക് ചെയ്യാം. ഫൈൻ. സോ 2 മിനിറ്റ് ആവാം 5 മിനിറ്റ്സ് ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ് ഏതിൽ കൺഫർമേഷൻ എടുത്ത് നിങ്ങൾ കയറുക എന്നുള്ളത്. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടേതായ ഒരു സെറ്റപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. സോ അതിൽ നിങ്ങളുടെ നല്ലൊരു എഫേർട്ട് അതിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അറൗണ്ട് ടോട്ടലി ഇത് മൂവ് ചെയ്തിട്ടുള്ള റിസ്ക് റിവാർഡ്, ജസ്റ്റ് റിസ്ക് റിവാർഡ് മാത്രം ഞാൻ പറയുന്നുള്ളൂ. മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്കിവിടെ നോക്കണ്ട. എത്രയുണ്ട്, 1:5 റിസ്ക് റിവാർഡാണ് നമുക്ക് ലാസ്റ്റ് വീക്കിലെ ബെസ്റ്റ് ട്രേഡ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ട്രേഡ് തന്നെയാണ്. സോ നല്ലൊരു കൺഫർമേഷൻ ട്രേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും ഇവിടെയാണ്, ലാസ്റ്റ് എൻഡിലാണ് അല്ലേ. 3 മണിക്കത്തെ ട്രേഡാണ്. മെജോറിറ്റി ആളുകളും കയറാൻ ചാൻസസ് ഉണ്ടാവില്ല. ഈ ഒരു സ്വിങ്ങിൻ്റെ ഹൈയിൽ നമ്മൾ ട്രേഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്, RR ജസ്റ്റ് 1:3.2 അല്ലേ, RR കിട്ടിയിട്ടുണ്ട്. ഞാൻ നോർമലി ട്രേഡ്സിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കൺഫർമേഷൻസ് അല്ലെങ്കിൽ അഗ്രസീവ് കണ്ടീഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ ഞാൻ റിസ്ക് എൻട്രീസിൽ പൊതുവേ കയറാറില്ല, കൺഫർമേഷൻ എൻട്രീസിലാണ് കയറുന്നത് കൂടുതലും. സോ ഇത് നല്ലൊരു കൺഫർമേഷൻ എൻട്രി ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1:5. അതൊന്നും പോയില്ല, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ റിസ്ക് 1:3 ആണ്. ഞാൻ 3യിൽ എന്തായാലും എക്സിറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നോർമലി ഞാൻ പറയുന്ന കാര്യമാണ് 1:3. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എഗെയിൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മാർക്കറ്റിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ലോ ടൈം ഫ്രെയിമിൽ നല്ല ബേസ് ഉണ്ട് ഇവിടെ അല്ലേ. സോ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി എൻ്റെ ടാർഗറ്റിലെത്തി ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 2 ട്രേഡ്സ് ഇതാണ്. സോ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടീഷനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എൻ്റെ എൻട്രീസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ എപ്പോഴും ഞാൻ ഈ ഒരു കണ്ടീഷൻ അല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ് നമ്മൾ. അഡ്വാൻസ് ലെവൽ SMC ആണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ്സിലേക്ക് കൂടുതൽ കൺഫർമേഷൻ നോക്കാം, അല്ലെങ്കിൽ അഗ്രസീവ് സിനാരിയോസ് അപ്ലൈ ചെയ്യാം. സോ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ കാര്യങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ്ങും ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആ വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവർ ഇപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്
കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ എൻട്രി എടുക്കാനായിട്ട് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടെ ഒരു മൊമെൻറ്റം വന്നു സാർ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എൻട്രി എടുക്കുക? മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തന്നെ സമയത്ത് ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം എൻട്രി എടുക്കണം. ഓക്കെ ഫൈൻ, ഇവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം എൻട്രി നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് കൺഫർമേഷൻ? സോ അങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഡൗട്ട്സ് എല്ലാം തന്നെ നമ്മൾ വെബിനാറിൽ ഒരു കംപ്ലീറ്റ് സെറ്റപ്പാണ് നിങ്ങൾക്ക് വെബിനാറിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. വെറുതെ വന്നിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ കാശ് ഉണ്ടാക്കാം, ഇതൊന്നുമല്ല നമ്മളോട് പറയണേ. ഇവിടെ പ്രോപ്പർലി നിങ്ങൾക്കൊരു ക്യാപിറ്റൽ എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ നിങ്ങൾക്ക് ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്കിനെ മാനേജ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാം കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിലേക്കാണ്. പ്രോപ്പറായിട്ട് ഞാൻ ഈ പറയുന്ന അനാലിസിസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ്ലി പറഞ്ഞു തരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. നാളെ നിങ്ങൾക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, നിങ്ങളൊന്ന് എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത്രയും ഇൻഡെപ്തിലുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന വെബിനാറിൽ പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ജോയിൻ ചെയ്യാം, ബാക്കി നമുക്ക് വെബിനാറിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഡൗൺ ഓൾറെഡി കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ബ്രേക്ക് ഡൗൺസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. സോ ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം. സോ നമ്മുടെ ചാർട്ട് നമ്മൾ ക്ലീൻ ആക്കണം. ഓക്കെ, സോ ഇനി വീക്ക്ലിയിലേക്ക് വരാം. വീക്ക്ലിയിലേക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ മെയിൻ പ്ലാൻ ആണ് അല്ലേ? പ്രോപ്പർ. അപ്പോൾ മെയിൻലി ഞാൻ അവിടെ നിന്ന് മെയിനിലേക്ക് നോക്കേണ്ട റീസൺ, നല്ലൊരു ഗ്രാബ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് മാർക്കറ്റ് തന്നു. സോ ഇതൊക്കെയാണ് മെയിൻലി ഒരു കൺഫർമേഷൻ. സോ ഇതൊന്നും കേട്ട് നിങ്ങൾ പാനിക് ആവണ്ട കേട്ടോ, ഇതൊക്കെ വലിയ കാര്യമൊന്നും ഇല്ല, അത്രേ ഉള്ളൂ, അങ്ങനെ കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി ബെയറിഷാണ്. ഡെയിലി ബെയറിഷാണ് സിറ്റുവേഷനിൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഏകദേശം ഒരു റീടെസ്റ്റ് തരാവുന്ന സ്ഥലത്താണ് ഉള്ളത്. ഫൈൻ, നമുക്ക് ഈ ഒരു സപ്ലൈ പിടിക്കാം. ഈ ഒരു സപ്ലൈ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. എന്ന് വെച്ചാൽ അടുത്തൊരു റീടെസ്റ്റ് സപ്ലൈ എന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവും എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ ഒരു പ്ലാൻ എടുത്തു എന്ന് പറഞ്ഞ് നാളെ തന്നെ അങ്ങോട്ടേക്ക് ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്യില്ല. നമുക്കിവിടെ പ്രോപ്പറായിട്ട് 15 മിനിറ്റിൽ സ്വിച്ച് ചെയ്യാം. ഡയറക്ഷൻ വേണം അല്ലേ? നല്ല കാര്യമുള്ളൂ. വെറുതെ പോയി നമ്മളൊരു പ്ലോട്ട് ചെയ്തൊരു പ്ലാൻ എടുത്തുകൊണ്ട് കാര്യം ഉണ്ടാവും ഇല്ല. ഇവിടെ പ്രോപ്പറായിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ കാണാം. സോ മൺഡേ നാളത്തേക്ക് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് ഞാൻ പറയണത്. ബാക്കിയുള്ള ചേഞ്ചസ് ഞാൻ ടെലിഗ്രാമിൽ പറയാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയണത്. ടോട്ടലി വന്നിരിക്കുന്ന മൊമെൻറ്റം ഡേ ലോ, പ്രീവിയസ് ഡേ ലോ മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്ന സിറ്റുവേഷനിൽ, പ്രീവിയസ് ഡേ ലോ മാർക്കറ്റ് ഗ്രാബ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം? ഞാൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം കേട്ടോ, ലെവലായിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ ഫ്യൂച്ചേഴ്സ് ആണ് പറയണത്, നിങ്ങൾ ഇൻഡെക്സ് നോക്കുന്നവർ അത് തന്നെ നോക്കണം. അല്ല അതിൽ ഈ ലെവൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. പക്ഷേ ഫ്യൂച്ചേഴ്സാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്, മറക്കണ്ട. രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈസിലൊരു വേരിയേഷൻ വന്നിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഫ്യൂച്ചേഴ്സാണ് നമ്മൾ നോക്കുക. അതുകൊണ്ടാണ് നിങ്ങളത് നോക്കുന്നവർ ഈ കറക്റ്റ് ടൈം നോക്കിയാൽ മതി, ടൈം അല്ലെങ്കിൽ പ്രീവിയസ് ഡേയിലോ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഗ്രാബ് ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്, മനസ്സിലാവും? ഇവിടെ മാർക്കറ്റ് പ്രോപ്പർലി വന്ന് ലിക്വിഡിറ്റി ഗ്രാബ് തരിക, അല്ലെങ്കിൽ ഇവിടെ എന്താ, ഇവിടെ ഒരു LTF കൺഫർമേഷൻ, ലോ ടൈം കൺഫർമേഷൻ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് വെബിനാറിൽ. എന്താണ് LTF കൺഫർമേഷൻ, എങ്ങനെയാണ് കൺഫർമേഷൻ നോക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പാനിക് ആവണ്ട, നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർലി മാർക്കറ്റ് എന്ത് ചെയ്തു, കൺഫർമേഷൻ തന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്സൈഡ് നോക്കാം. പക്ഷെ ഇവിടെ ഗ്രാബ് ചെയ്തിട്ടാണ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നല്ലൊരു സ്ട്രെങ്ത് ആയിരിക്കും മാർക്കറ്റ് ഇവിടെ തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷൻ. സോ ഇവിടെ നിന്ന് മേളിലേക്ക്. ഓക്കെ, ഇതാണ് കറന്റ് നമ്മളുടെ പ്ലാൻ. പ്രോപ്പറായിട്ട് നോക്കിയാൽ 15 മിനിറ്റിലൂടെ നല്ലൊരു ബേസും ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ? നല്ലൊരു ഡിമാൻഡ് ബിൽഡപ്പ് കൂടെ കാണാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാനാണ്. സോ ഇതാണ് മെയിൻ പ്ലാൻ. ഇതിപ്പോഴത്തെ സിറ്റുവേഷനിലെ കറന്റ് മാർക്കറ്റ് ക്ലോസ് ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എഗെയിൻ ഈ രീതി മാറിയ പ്ലാൻ കംപ്ലീറ്റ്ലി മാറും. ഇത് മൺഡേ പ്ലാനാണ് ഞാൻ പറയണേ, കംപ്ലീറ്റ്ലി പ്ലാൻ മാറും. സോ കറന്റ് ബൈയിങ് ലെവലോട് ഇരിക്കട്ടെ. ഓക്കെ, LTF ടു അപ്സൈഡ്. സോ ഇതിൻ്റെ ചേഞ്ചസ് നമുക്ക് ടെലിഗ്രാമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻസ് ആയി. ഇനി നമുക്ക് 1 അവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. 1 അവർ എന്ത് ചെയ്തിരിക്കുക, 1 അവർ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് തന്നു. യെസ് ഉണ്ടോ, 15 മിനിറ്റും 1 അവർ ഒരുമിച്ചാണ് കറൻ്റ്ലി ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ ഇവിടുന്ന് നേരത്തെ മാർക്കറ്റ് എന്താ ചെയ്തത്, നേരത്തെ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് 1 അവറിൽ തന്നിട്ട്
അതിൻ്റെ ഇക്ലിബ്രിയം സോണിന് അടുത്തുനിന്നാണ് ഈ റിജക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ന്യൂസ് ബേസ്ഡ് കാര്യങ്ങളുണ്ട്. സോ പക്ഷേ ഇവിടെ പ്രോപ്പർ കൺഫർമേഷൻ അല്ല, ബൈയിങ് ആക്ടിവിറ്റി കൺഫേം ആയിട്ടുണ്ട് 1 hour. ഇതുവരെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഈ ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ ഹൈ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ആ ഹൈ 1 hourൻ്റെ സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ടേക്ക് 15 മിനിറ്റ് അപ് ട്രെൻഡിൽ വന്നു, എഗെയിൻ ഇവിടെ എത്തിയപ്പോൾ നല്ല സെൽ ഓഫ് തന്നു അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സിറ്റുവേഷൻ? കറൻ്റ്ലി 1 hour 15 മിനിറ്റും സ്ട്രക്ചർ ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയൊരു നല്ല രീതിയിലുള്ള ബൈയിങ് ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിമ്പിൾ ടെക്നിക്കലി ആണ് നമ്മൾ സിമ്പിളായിട്ട് നോക്കിയിട്ട് പറഞ്ഞ കാര്യം അല്ല. ഇത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഈ 3 ലെവൽസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കോൾ മേടിച്ച് വെക്കണ്ട. വരും ദിവസങ്ങളിൽ നമ്മൾ അതിലേക്ക് ഇൻട്രാഡേയ്സ് എൻട്രി ആൻഡ് എക്സിറ്റ് എടുത്ത് പോവാം. ഓക്കെ, സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ വലിയൊരു കഥ. കുറച്ച് ലെങ്തി സെക്ഷൻ ആയിരിക്കും എനിക്കറിയാം, പക്ഷേ നമ്മൾ കുറച്ച് ഇൻഡെപ്തിൽ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ അല്ലേ? സോ നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റി സ്റ്റിൽ 1 hourൻ്റെ കണ്ടീഷനിൽ ബ്രേക്ക് ഔട്ട് തന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. സോ ബാങ്ക് നിഫ്റ്റി ഒരുമിച്ചാണ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത കണ്ടീഷനിൽ നിൽക്കുന്നത്. സോ ഇവർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പുഷ് കാണാൻ പറ്റും. പ്രീവിയസ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ നമുക്കിത് നല്ലൊരു ബുൾ മാർക്കറ്റിനുള്ള സ്റ്റാർട്ട് കറൻ്റ്ലി മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് നിലവിൽ ഞാൻ HDFC അതേപോലെ ICICI ബാങ്കുകളുടെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. മനസ്സിലായോ? വെറുതെ അല്ല, സ്റ്റോക്കുകളെ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു കൺഫർമേഷൻ നിങ്ങളുടെ അടുത്ത് പറയണത്. സോ ICICI ആണെങ്കിലും HDFC ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് നോക്കി. നമ്മൾ ICICIയിൽ പറഞ്ഞ എൻട്രി ഉണ്ടോ? ഇതാണ് നമ്മൾ ICICIയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻട്രി. നിങ്ങൾ നോക്കിയേ, പ്രോപ്പറായിട്ട് അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്തു. എത്ര പെർസെൻറ്റേജ് ആയിപ്പോൾ? ഇപ്പം തന്നെ ഏകദേശം 4% അടുത്തായി അല്ലേ? 4% മൊമെൻറ്റം ICICI ആണ്. സോ നമ്മൾ ടാർഗറ്റിൽ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യും. സ്വിംഗ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ വെബിനാറിൻ്റെ ഇതൊക്കെ അറിയാം അല്ലേ? 70% ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി എൻ്റെ ക്യാപിറ്റൽ എത്രയാണ് ഞാനിപ്പോൾ ഇവിടെ സിംഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. വെബിനാർ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ റിലയൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലാനും ഇതായിരുന്നു, ഡെയിലിയാണ്. സോ ഈ എല്ലാ ട്രേഡ്സും നമ്മൾ ഓൾറെഡി ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. സോ റിലയൻസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 3% മൊമെൻറ്റം റിലയൻസിലും വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഓൾറെഡി നമുക്കൊരു കൺഫർമേഷൻ തന്നു നിൽക്കുകയാണ് അല്ലേ? ഫൈൻ. സോ ഇനിയുള്ള മാർക്കറ്റ് നമുക്ക് ഉഷാറായിട്ട് പോവാം. നല്ല നല്ല എൻട്രീസ് വരും. അതേപോലെ നിഫ്റ്റിയുടെ കേസിൽ 15 മിനിറ്റിലെ കണ്ടീഷനിലേക്ക് നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാം. സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പുഷാണ്. സോ നമുക്ക് ഈ ഒരു ലോ തന്നെ കൺസിഡർ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് നിഫ്റ്റി സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്ക് നോക്കാം. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓൺ ടൈമിൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് മാത്രം പറയണം. ഇത് നാളെ പ്ലോട്ട് ചെയ്ത് അപ്പം തന്നെ ട്രേഡ് ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ വേണം. ഇവിടെ നമുക്ക് കൺഫർമേഷൻ എടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ. LTF അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, LTF കൺഫർമേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? അപ്പ് സൈഡിലേക്ക് നോക്കാം. ഇങ്ങോട്ടേക്ക് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് റിസ്ക് എൻട്രി ആണ്. ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ മെയിൻ എൻട്രി എന്ന് പറയുന്നത് അപ്പ് സൈഡിലേക്ക് നോക്കുന്നതാണ്, കാരണം മാർക്കറ്റിൽ കറൻ്റ്ലി ബുള്ളിഷ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയാട്ടോ, എങ്ങനെയുണ്ട്, ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഞാനിതിലേക്ക് പറയേണ്ടതായിട്ടുണ്ടോ, നിങ്ങളുടെ നീഡ്സ് എന്താണെന്നുള്ളത് നിങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളുടെ പ്രോപ്പർ പ്ലാൻസ് ആൻഡ് എക്സിക്യൂഷൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കണം, എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. അടുത്തൊരു വീക്കിലി അനാലിസിസ് ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.